കുമ്പളങ്ങ കൊണ്ട് കറികൾ മാത്രമല്ല കേട്ടോ, നല്ലൊരു രുചിയുള്ളൊരു പായസവും കൂടി വെക്കാം. ഇതുപോലത്തെ ഒരു പായസമാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രാവശ്യം ഓണത്തിന് വെച്ചിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണൂ. നല്ലൊരു കുമ്പളങ്ങ അല്ലെങ്കിൽ ഇളവൻ പായസം എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. എന്നാലും നമ്മൾ കുടിക്കുമ്പോഴോ കുമ്പളങ്ങ ആണോ എന്ന് തന്നെ നമ്മൾ ചോദിച്ചു പോകും, ഇത് എന്ത് പായസമാണ് ഇത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റോ? കാരണം ചിലവ് നല്ല കുറവാണ്, അതുമാത്രമല്ല നല്ല രുചിയുമാണ്, നല്ല ഹെൽത്തിയാണ്. വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതിഥികൾക്കും ഒക്കെ കൊടുക്കാം. അതിഥികൾ ഇത് എന്ത് പായസമാണെന്ന് ചോദിച്ചിട്ട് കുമ്പളങ്ങ പായസമാണെന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് അതിശയിക്കും. കാരണം ഇത്രയ്ക്ക് മനോഹരമായിട്ട് അല്ലെങ്കിൽ ഇത്ര ടേസ്റ്റോട് കൂടി കുമ്പളങ്ങ വെക്കാവോ എന്ന് തന്നെ അവരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഒരുപാട് ഉത്തരം പറയേണ്ടി വരും. കാരണം നല്ല ടേസ്റ്റോട് വെക്കുന്ന ഒരു കുമ്പളങ്ങ പായസം ഒന്ന് കഴിച്ചിട്ടുണ്ട്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ. നല്ലൊരു കുമ്പളങ്ങ അല്ലെങ്കിൽ ഇളവൻ പായസം എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാവേ. ഇതേ ഇവിടെ കുമ്പളങ്ങ, ഇവിടെ നമ്മുടെ തോട്ടത്തിലെ തന്നെ കുമ്പളങ്ങയാണ് കേട്ടോ. അത് കണ്ടില്ലേ കുമ്പളങ്ങ. അപ്പം നല്ലൊരു ഒരുവിധം നല്ല മൂപ്പുള്ള ഒരു കുമ്പളങ്ങ തന്നെയാണ് ഞാൻ ഈ ഒരു പായസത്തിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു കുമ്പളങ്ങ നമുക്ക് പറിച്ചിട്ടുണ്ട്. കുമ്പളങ്ങ എന്താണെങ്കിലും ഈ ഒരു കുമ്പളങ്ങേൻ്റെ പകുതി ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തോല് കളഞ്ഞിട്ട് ഇതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചാൽ മാത്രം മതി. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കുരുവും ഇതിൻ്റെ എല്ലാം കളഞ്ഞിട്ട് എന്താണെങ്കിലും ഒരു 1/2 കിലോ കുമ്പളങ്ങ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വേകുമ്പോഴാണെങ്കിൽ വളരെ കുറഞ്ഞു പോകും, അതുകൊണ്ട് തന്നെ 1/2 കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ കുമ്പളങ്ങ ഇനി വളരെ ചെറുതായിട്ട് നമുക്ക് അരിയണം. അപ്പോൾ ഇവിടെ പായസത്തിന് വേണ്ടി ഇളവൻ അല്ലെങ്കിൽ കുമ്പളങ്ങ എന്ന് നമ്മൾ ഇളവനെന്നും ഒക്കെ പറയും കേട്ടോ, എടുത്തു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കൂടെയുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് പറയാമേ. ഇതേ ഞാൻ 1/4 കിലോ വെല്ലമാണ് എടുത്തിരിക്കുന്നത്. 3 വലിയ വെല്ല കഷ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് പാനയാക്കി മാറ്റണം. അപ്പം കുമ്പളങ്ങ പായസത്തിന് എടുത്തു വെച്ചിരിക്കുന്ന വെല്ലമാണിത്, അല്ലെങ്കിൽ ശർക്കരയാണ്. ഇനി ഇതിലേക്ക് തന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചിരകിയിട്ട്, അപ്പോൾ ഇതിൻ്റെ തേങ്ങ പാലെടുക്കണം. 1-ാം പാലും 2-ാം പാലും എടുക്കണം ഈ പായസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയത്തിന് നമുക്ക് കുമ്പളങ്ങ നമുക്ക് മുറിക്കണം. അപ്പോൾ കുറച്ച് ഇതെല്ലാം ഒരേ സമയത്ത് തന്നെ അല്ലെങ്കിൽ ഒന്നൊന്നായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. അതുപോലെ തന്നെ കുമ്പളങ്ങ ഇവിടെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ചെറുതായിട്ട് കുമ്പളങ്ങ അതവിടെ റെഡിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുക്കറിലൊന്നുമില്ല, സാധാ നമ്മൾ വേവിക്കുകയാണ്. സാധാരണ വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല വേവുള്ള സാധനമാണല്ലോ കുമ്പളങ്ങ, കുറച്ച് വേവുണ്ട്. കുക്കറിലാണെങ്കിൽ നമുക്ക് ഒരു വിസിൽ കൊണ്ട് വെന്തെടുക്കാം. പക്ഷേ ഈ ഒരു പായസത്തിനാകുമ്പോൾ നമ്മൾ സാധാ തന്നെ അങ്ങ് വേവിച്ചാൽ മതി. അപ്പോൾ നമുക്കിനി ഈ ഒരു സമയത്ത് നമുക്ക് കുമ്പളങ്ങ നമുക്ക് വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വെല്ലം നമുക്ക് പാനയാക്കണം. അപ്പോൾ അത് പാന തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇത് പാനയാക്കി, വെള്ളപ്പാനയാക്കി ഇത് നമുക്ക് തിളപ്പിച്ചാറി അരിച്ച് വെക്കാവേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുമ്പളങ്ങ നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ ഇതിനി അവിടെ ഇരുന്ന് വേവട്ടെ. എന്താണെങ്കിലും കുറച്ച് ടൈം എടുക്കും, വേവുകയാണെങ്കിൽ തന്നെ കുറച്ച് ടൈം എടുക്കും, അതങ്ങ് വെന്തോട്ടെ. എന്താണെങ്കിലും ഒരു 10-15 മിനിറ്റ് എന്താണെങ്കിലും എടുക്കും ഇത് വെന്തോട്ടെ. ഓക്കെ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങ പാലാക്കണം. 1-ാം പാലും 2-ാം പാലും ആക്കി ആ ഒരു ടൈമിൽ എടുക്കാവേ. അപ്പോൾ അങ്ങനെ ഏതായാലും ഈ ഒരു സമയത്ത് അങ്ങനെ ചെയ്യട്ടെ. ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളും കൂടെ ഈ ഒരു സമയത്ത് തന്നെ ചെയ്യാം. പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു പായസം വെക്കാം. എപ്പോഴും നമ്മൾ മറ്റുള്ള പായസങ്ങളെല്ലാം കൂടി ചെയ്തൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ളൊരു പായസം വെക്കുന്നത്. എന്താണെങ്കിലും ഈ പായസം ഏകദേശം ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കോരി മാറ്റി വെക്കണം. ഈ കുമ്പളങ്ങ എല്ലാം കൂടെ ഒരു പാത്രത്തിൽ തന്നെ, അധികം പാത്രങ്ങളൊന്നും എടുക്കണ്ട. അപ്പോൾ ഈ ഒരു ഉരുളി തന്നെ എടുക്കാം. അപ്പോൾ ഇതങ്ങ് ഏകദേശം നന്നായിട്ട് ഒരുവിധം ഒന്നും കൂടെ ഒന്ന് വെന്തോട്ടെ. ഏകദേശം വെന്തിട്ടുണ്ട്. ആയിക്കോട്ടെ, ഈ ഒരു ലെവൽ മതി. അപ്പോൾ ഇനി ഇത് തന്നെ ഒന്നും കൂടി ഒന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇത് മാറ്റി വെക്കണം. ഈ ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് ഇതെല്ലാം ഒന്ന് മാറ്റി ഇതിലെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റി കളയാം. അത് കഴിഞ്ഞ ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന വെല്ലപ്പാനി ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ആ കുമ്പളങ്ങയും കൂടി അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഇനിയുള്ളത് കൈ വിടാതെ അങ്ങ് ഇളക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. തിളച്ച് വരുന്നുണ്ട്, അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ വെല്ലപ്പാനിയും കുമ്പളങ്ങയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇതായി വരട്ടെ. ഇതിവിടെ ഇളക്കൽ വളരെ ശ്രദ്ധിക്കണം. നന്നായിട്ട് വരുമ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിപ്പം തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ഉണ്ട്. കുറച്ച് പണിയുണ്ട് ഈ പായസം വെക്കണമെങ്കിൽ, എന്നാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പായസം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഏകദേശം ഇവിടെ പാനിയൊക്കെ ഏകദേശം ഒരു മിങ്കിളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിൻ്റെ
പാൽ ഏകദേശം 2 പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഇനി നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഇനി നന്നായിട്ട് ഇവിടെ ഒന്ന് ഇളക്കി വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അധികം താമസിക്കേണ്ട. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 പാലും കൂടെ നമുക്കിതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് വേണ്ടിയിട്ട് വറുത്ത പൊടിയുണ്ട്. വറുത്ത് വെച്ച പൊടി ഒരു സ്പൂണ് ഞാനിതിലേക്ക് ഇടുന്നുണ്ട്. ഇത്തിരി ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കൂവപ്പൊടി വേണമെങ്കിലും ഇടാം. അപ്പോൾ ഈ ഒരു പൊടി ഇടുന്നുണ്ട്. ഇനി ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും ഇനി ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് 1 സ്പൂൺ നെയ്യും ഒഴിക്കുന്നുണ്ട്. മറ്റുള്ള പായസങ്ങളും ഈ ഒരു നെയ്യ് മാത്രം മതി. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുമ്പളങ്ങ പായസം അല്ലെങ്കിൽ ഇളവൻ പായസം റെഡിയായി വന്നിട്ടുണ്ട്. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ കപ്പലണ്ടി മുന്തിരിങ്ങ ഇതൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അവിടെ കുമ്പളങ്ങ പായസം ഇത് അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല ചൂടോടെ വേണമെങ്കിലും നമുക്ക് കുടിക്കാം. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ചൂടാറി കഴിയുമ്പോഴോ ഡബിൾ രുചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു ടേസ്റ്റാണ്. എന്താണെങ്കിലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക്